ഇലയുടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞേട്ടാ. അപ്പം ഇനി അടുപ്പിൽ വെക്കണം. നമുക്ക് എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ വേവിച്ച് കഴിച്ചു നോക്കിയാലോ. പിന്നെ അടുപ്പത്ത് സെറ്റ് ചെയ്യും. ഇങ്ങോട്ടാ എടുക്കല്ലേ കേട്ടോ. ഉണ്ടാ. അപ്പോൾ നമ്മളൊരു 30 പീസ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. 30 പീസ് കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത തട്ട് പുറത്ത് വെച്ചിട്ട് അതിലൊരു 20 പീസ് വയ്ക്കും. അപ്പോൾ ഇലയുടെ റെഡിയായി കേട്ടോ. നിപ്പുണ്ട് രാജകുമാരന്മാർ കേട്ടോ. യവന്മാരാണ് ആൾക്കാർ കേട്ടോ. ആഹാ എന്നാ ഇലയുടെ അങ്ങനെ സെറ്റായി കേട്ടോ. ഉണ്ടോ ആ ഇലയുടെ കളറൊക്കെ മാറിയത് കണ്ടോ. അപ്പം അങ്ങനെ സെറ്റായി കേട്ടോ. മ്യൂസിക്, ഒറിജിനൽ മ്യൂസിക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ അല്പം തണുത്തതിന് ശേഷം നന്നായിട്ട് കഴിക്കുക, അടിപൊളിയായിട്ട് കഴിക്കുക. നമ്മൾ ഇത് ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ 50 പീസാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 100 പീസ് വേണമെങ്കിൽ ഇതിൽ 2 എണ്ണം മതിയാകും. കണ്ടോ, ഇതിൻ്റെ അടിയിലും ഉണ്ട് ഉണ്ടോ, നല്ല ആവിയായിട്ട് പറക്കുന്നുണ്ടോ. ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ വാഴയിലയിലാണ് കേട്ടോ. നമുക്ക് ഈ പൂവരശിൻ്റെ ഇലയാണ് ചെയ്യുന്നത്, പക്ഷേ പൂവരശ് അത് വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ വാഴയിലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാഴയിലയുടെ ഒരു ഒരു മണമൊക്കെ നമുക്കിതിൽ സെറ്റായി കിട്ടും. അല്പം തണുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുക, അല്ലെങ്കിൽ ഇത് സെറ്റാവില്ല.
ഒരു 300 വേണം കേട്ടോ. ഓർഡറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു 300 ഉണ്ട്. അതൊരു 5-6 ഇതൊക്കെ ആകുമ്പോൾ ഈ 300 സെറ്റാകും. കണ്ടോ? അപ്പോൾ തീരാറായി. ഇനി ഒരു 5-6 ഉണ്ട്. പിന്നെ വെള്ളം അളവിന് വെക്കണം കേട്ടോ. പിന്നെ പാത്രത്തിൽ വെള്ളം തീരുന്നതിനനുസരിച്ച് വെള്ളം വീണ്ടും വെക്കണം. അതേപോലെ ഉടനെ വെക്കരുത്. വെള്ളം നല്ലതുപോലെ ഇത് ആവി വന്നതിന് ശേഷം മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ ഇലയുടെ. അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം ഒരു 6:30-6:45 ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ?